ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നൊരു ഓർഡറുമായിട്ടാണ് വന്നേക്കുന്നത്. ഇത് ഞങ്ങൾ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമുക്കൊരു അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾക്ക് കത്രിക വെച്ച് കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കീറിയെടുത്തു ഗൈസ്. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഗൈസ്. ഞാൻ കാവായ് സ്റ്റിക്കേഴ്സ് ആണ് ഓർഡർ ചെയ്തത് ഗൈസ്. ഞാൻ ഓർഡർ ചെയ്തത് ആൽക്കഹോളിക് ബ്രഷ് മാർക്കറാണ് ഗൈസ്. എൻ്റെ കാവായ് സ്റ്റിക്കേഴ്സ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ നല്ല ക്യൂട്ട് കാവായ് സ്റ്റിക്കേഴ്സ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ ക്യൂട്ട് കാവായ് സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ അത് കാണാൻ നല്ല ത്രില്ലിംഗ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കാവായ് സ്റ്റിക്കേഴ്സ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അത് പുറത്തെടുക്കാം. ഞാൻ എൻ്റെ കാവായ് സ്റ്റിക്കേഴ്സ് പുറത്തെടുത്തിരിക്കുകയാണ് ഗൈസ്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ കാവായ് സ്റ്റിക്കേഴ്സ് പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് 220 റുപ്പീസാണ് വില. ഞാൻ കവറിൽ നിന്നും കാവായ് സ്റ്റിക്കേഴ്സ് പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ കാവായ് സ്റ്റിക്കേഴ്സ് ഒരു ബോക്സിനുള്ളിലാണ് ഇരിക്കുന്നത്. ഞാൻ അവസാനം ആ കവർ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് ആ ബോക്സ് പുറത്തെടുത്തു. ഇതാണ് എൻ്റെ കാവായ് സ്റ്റിക്കറിൻ്റെ ബോക്സ് ഗൈസ്. ഇതിനൊരു ഔട്ടർ കവറിങ്ങും കൂടെ ഉണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്തിരിക്കുന്ന സ്റ്റിക്കേഴ്സിനൊന്നും ഒരു ഡാമേജും വരുത്തരുത്. ഞാൻ എൻ്റെ ആ ബോക്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനിയനും അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാൻ ആ കവർ ഇളക്കി അതിൻ്റെ അകത്തുള്ള ബോക്സ് പുറത്തെടുത്തു. ഇനി നമുക്ക് എൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള കാവായ് സ്റ്റിക്കേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാവ്, എൻ്റെ കാവായ് സ്റ്റിക്കേഴ്സ് കാണാൻ എന്ത് രസമാണ് ഗൈസ്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഞാൻ ഓർഡർ ചെയ്ത കാവായ് സ്റ്റിക്കേഴ്സ്. നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് അടുക്കി വെക്കാം. മൊത്തത്തിൽ 100 കാവായ് സ്റ്റിക്കേഴ്സാണ് ഗൈസ് എൻ്റെ ബോക്സിൽ ഉണ്ടായിരുന്നത്. എൻ്റെ കാവായ് സ്റ്റിക്കേഴ്സ് നിങ്ങളെല്ലാവരും ഒന്ന് നോക്കിയേ. നിങ്ങൾക്കിത് ഇഷ്ടമായോ? എത്ര ഭംഗിയുള്ള ക്യൂട്ട് കാവായ് സ്റ്റിക്കേഴ്സാണ് ഗൈസ് ഇത്. നമുക്ക് ഈ കാവായ് സ്റ്റിക്കേഴ്സ് പീൽ ഓഫ് ചെയ്തിട്ട് ജേർണലിംഗ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇന്നത്തെ ഗേൾസും ബോയ്സും അല്ലാതെ കുറേ നേച്ചേഴ്സും ഡ്രസ്സപ്പും ഉണ്ട്. ഇത്രയാണ് ഗൈസ് ഞാൻ ഓർഡർ ചെയ്ത കാവായ് സ്റ്റിക്കേഴ്സ്. ഗൈസ്, ഇനി എൻ്റെ ആൽക്കഹോളിക് ബ്രഷ് മാർക്കർ നമുക്ക് അൺബോക്സ് ചെയ്യാം. നമുക്ക് ഈ കവർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ബൈൻഡിന് കുറച്ച് കട്ടിയാണ് ഗൈസ്. ഞങ്ങളുടെ സിസേഴ്സ് കൊണ്ട് ഇത് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഗൈസ് ഞാൻ എൻ്റെ ആൽക്കഹോളിക് ബ്രഷ് മാർക്കർ പുറത്തേക്ക് എടുത്തു. ഇനി നമുക്ക് ഈ ബാഗ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ മൊത്തത്തിൽ 24 മാർക്കേഴ്സ് ആണുള്ളത് ഗൈസ്. ഇതാണ് എൻ്റെ ആൽക്കഹോളിക് ബ്രഷ് മാർക്കർ. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രത്യേകതകൾ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു സൈഡ് ഷാർപ്പണും ഒരു സൈഡ് നല്ല തിക്കുമായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ മാർക്കറിൻ്റെ കളേഴ്സ് ഒന്ന് വരച്ച് കാണിക്കാം. ഇത്രയുമാണ് എൻ്റെ മാർക്കറിൻ്റെ കളേഴ്സ് ഗൈസ്. ഈ മാർക്കർ വെച്ചുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.